കാലത്തേക്കുള്ള ഫുഡ് കൊടുന്ന് വെച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാട്ടോ. അവർക്ക് ഇങ്ങനെ പരിപാടികളെന്നൊക്കെയാണ് നമുക്കറിയില്ലല്ലോ, നമ്മളാദ്യമായിട്ട് ഇങ്ങനെ അറിഞ്ഞേ. അപ്പം ഇങ്ങനെ വെറൈറ്റി കാഴ്ചയല്ലേ, അപ്പം നമ്മളും പ്രാർത്ഥിക്കല്ലാണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്തിട്ട് പരിപാടി മക്കളെ, ഒന്നും പറയണ്ട കേട്ടാ. ഇവിടെ നിന്ന് ഒന്നും പോകാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല, ഒരു കാര്യമില്ല. അങ്ങനെ ഭീതി വെച്ചാൽ നമ്മൾ വിടുന്നില്ല. ഇവിടെ എന്തൊരു വാട്ടർഫോൾ ഇത് കണ്ടിട്ട് പോയാൽ വൈകുന്നേരം നിൽക്കണം. ഞാൻ പറഞ്ഞു പൂമഴിക്കൊരു വാട്ടർഫോൾ കാണാണ്ട് വന്നപ്പോൾ നീ പറഞ്ഞു 14 കിലോമീറ്റർ 15 കിലോമീറ്റർ ഉള്ളിലേക്കൊക്കെ കയറി പോകണം, എത്തില്ല ഇപ്പോൾ എന്നൊക്കെ പറയണേ. ഞാൻ പറഞ്ഞു ഇത് പോയി കണ്ടിട്ട് വരാറുണ്ട്. ഇവിടെ വിടുന്നില്ല. ദീദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീദി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീദിക്ക് എല്ലാ സ്റ്റേറ്റിലും കുറേ കോണ്ടാക്ട് ഉണ്ട്. ഇത് നന്നായിട്ട് ട്രാവൽ ചെയ്യണതാ. ഇതിന് വയസ്സുണ്ട്, നല്ല വയസ്സുണ്ട്. 8 മക്കളുണ്ട്. അവരുടെ മക്കൾ ഫുൾ ചെറിയ പിള്ളേർ. എന്തോരം ആൾക്കാരാണെന്ന് ചോദിച്ചിട്ട് ഇവിടെ കുന്ന ആൾക്കാരെ വരെ കിച്ചോറിൽ 2-3 വീട് മൊത്തം വരെ ആൾക്കാരാണ്. അപ്പോൾ ദീദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ട്രാവൽ ചെയ്തിട്ട് കുറേ പേരുണ്ട്. കേരളത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അടുത്ത ജനുവരിയിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട്, ഇടുക്കിക്കാണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്തിട്ട് വല്ല പരിചയക്കാരനെ നമ്മൾ ട്രാവൽ ചെയ്യുന്നവരും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് മേഘാലയത്തെ ആൾക്കാർ പറഞ്ഞേക്കണം. മേഘാലയത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പാവങ്ങളാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവരിതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് സെൽഫിഷായിട്ട് ആൾക്കാരോട് ഇങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയില്ല എന്ന്. അതൊക്കെ കുഴപ്പമൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക്. അല്ലാണ്ട് ശരിക്കും ഇവർക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവരൊക്കെ നല്ല ആൾക്കാരാണ്. അതാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ട് ഈ കുന്നും മലയുടെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ഈ വാട്ടർഫോൾസിൻ്റെ വഴി ചോദിച്ചിട്ട് ദീദിയുടെ മോനോട് വന്നപ്പോൾ ഇതറേ इधर है, ऊपर है, ये बोला ऊपर है. उधर ही है. ये आपका नाम क्या है? दिव्यान हैं? मतलब प्रेशियस. हाँ, कितने क्लास में पढ़ता है? हैं? कितने क्लास में पढ़ता है? 8th. इधर से कितना दूर है वाटरफॉल? हाँ, ज़्यादा दूर नहीं. हाँ, भाषा पास नहीं है, ज़्यादा पेन है. मैं फास्ट എന്ന് പറയുന്നത് നമ്മുടെ കാര്യം കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇവരിവിടെ ഉള്ളവരാണ്, ഇവർക്ക് സുഖം. നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മറ്റേ ഡബിൾ ഡെക്കറിൻ്റെ വാട്ടർഫോളും കാണാമെന്ന് പറഞ്ഞവർ. നോക്കി നോക്കാം, അവിടെയൊക്കെ എന്തുണ്ടല്ലോ, വീടുകളൊക്കെ ഉണ്ട് അവിടെ. കിടച്ചോട്ടെ, അതൊന്നും ക്ഷീണമില്ല. സുഖം സ്വന്തമായിട്ട് നടക്കണം. നോക്കി
ചാടിപ്പോയി. ചെക്കൻ ചാടിപ്പോയി. അമ്പോ അയ്യോ അയ്യ, എൻ്റെ പൊന്നോ എന്ത് വ്യൂ അത്. എൻ്റെ പൊന്നോ എന്തിട്ടൊക്കെ നോക്കിയത്. ആ ഓ ആവോ എൻ്റെ പൊന്നോ. ये डबल डकर किधर है? डबल डकर नीचे हैं? डबल डकर पता नहीं. മരിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് ചാടി കണ്ടിരുന്നത് കറക്റ്റാ. डबल डकर ഉദറിയേ ആ അവിടെ റിസോർട്ടുള്ളൂ. ഈ റിസോർട്ട് ഏതൊരു സൈഡ്? റിസോർട്ട് ഹോം സ്റ്റേ. ആ റെസ്റ്റോറൻറ്റ്. ആ ഓക്കെ. എന്തൊരു വ്യൂ നോക്കിയത്, രക്ഷയില്ല മകളെ. എന്നാൽ നമ്മൾ വ്യൂ പോയിന്റ് കണ്ടു. ഇന്ന് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞത്. ആദ്യം വാട്ടർഫോളിൽ പോകാമെന്ന് പറഞ്ഞു. പറഞ്ഞത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി പറഞ്ഞു നമുക്കിപ്പോൾ എന്തെങ്കിലും എന്താ. ഓ ഇന്നൊന്ന് പറഞ്ഞപ്പോൾ കാലൊന്നും സമാധാനമായി. അനി വെച്ചിരുന്നായിരുന്നു അതുകൊണ്ട് കൂടുതലായി ഇത് നടക്കാണ്ട്. അറിയണ്ട മക്കളെ, ചെക്കനത് തുള്ളിച്ചാടി നടക്കുക. അമ്മോ ചേർത്തു. നല്ല ചൂടായിട്ടെന്ന്. ഇന്നലേക്ക് നേരത്തെ നല്ല മഴ കിടന്നു. അങ്ങനെ ചെക്കൻ നമ്മളെ വാട്ടർഫോൾസിൻ്റെ അടുക്കുന്നുണ്ട് കൊടുന്നുണ്ട്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടേക്ക് ചെരുപ്പിട്ടായിരുന്നു ഭയങ്കര പണിയാണ്. ഷൂ വാങ്ങിച്ചപ്പോൾ ഇനിയും നടന്നില്ല. ഇതറേ ഇതാ വാട്ടർഫോൾ. സൗണ്ടൊന്നും കേൾക്കാനില്ലല്ലോ. ഇവിടെയൊക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു കൊക്ക പോലെ ഉണ്ടാവും. വേണ്ട നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ എൻ്റെ പൊന്നോ വലിയ കൊണ്ടോളാ. ആ ജാതായേ. ഓ ഇതൊക്കെ നോക്കി, ഇതൊക്കെ വലിയ നല്ലട്ടത്. അറിയാണ്ടൊക്കെ ചാടിപ്പോന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുക. നേരെ ഉള്ളിക്കാ പോവതിൻ്റെ. ആ ഇത് വാട്ടർഫോളിലെ വെള്ളം കിട്ടിക്കണതാ. ഓ ഓ ദൂസറ രാസ്ഥാന ഇതുവരെ. ആ ഇവൻ മറ്റേ സൂപ്പർമാൻ്റെ ഒക്കെ പോലെ ചാടിയിട്ട് കൊണ്ട് സൂപ്പർമാനല്ലേ ചാടിപ്പോവാൻ. ഇവൻ ചാടി ഓടി നടക്കുക. ഇതെന്നല്ല ഞാൻ എന്താ ഞാൻ ഉദ്ദേശിച്ച വെള്ളച്ചാട്ടത്തല്ല. ഞാൻ മറ്റേ മോളിൽ നിന്നൊക്കെ വരണമെന്ന് വിചാരിച്ചത്. ഇത് കുളിക്കാൻ പറ്റിയൊരു സെറ്റപ്പൊക്കെയാണ് ഇട്ടത്. ഓ ചെരുപ്പാൻ ചാക്ക വൈക്കിട്ട് പോയോണ്ടിരിക്കുക. അമ്മച്ചിയേ കാണുമ്പോൾ ചെറുതാ, പക്ഷെ ചെരുപ്പ് ഇങ്ങനത്തെ ആയിരുന്നേ. ഇടുമ്പോൾ വഴിക്ക് പോവുക. ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ കാലൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാകെ
ഇപ്പം അമ്മോ ये फिश कोई नहीं है फिश है മീനൊക്കെ ഉണ്ടല്ലേ അമ്മോ നല്ല അടിപൊളിയായിട്ട് നോക്കി നല്ല ക്ലീൻ വെള്ളം കുറച്ച് നേരം കാല് വെള്ളത്തിലിട്ടിരിക്കുക ഉദർ ദൂസറ नहीं उधर दूसरा मैं थोड़ा टाइम इधर बैठने का അമ്മക്ക് കാലി കുറച്ച് നേരം വെള്ളത്തിലിട്ടിരിക്കുക ഇത്ര നല്ല സ്ഥലത്ത് വന്നിട്ട് വെള്ളത്തിലിടാണ്ടിരിക്കാൻ മോശമല്ലേ ഓ എന്ത് തണവാ ये स्विमिंग करने का अच्छा है ഒരു തോർത്തെടുത്തിട്ട് വരാറുന്നു കുളിക്കാറുന്നു ഇത് പറഞ്ഞല്ലേ നല്ല ക്ലീൻ ആയിട്ടുള്ള എനിക്ക് ക്യാമറയിൽ കണ്ടാണോ ക്ലീൻ കണ്ടോ കാലടക്കം കാണുന്നുണ്ടല്ലേ ഇപ്പം ഏകദേശം മനസ്സിലാവുണ്ടല്ലോ ഉള്ളിക്കൊക്കെ നന്നായിട്ട് കണ്ട് വയ്യ അമ്മോ ഇനി ഇവിടുന്ന് നേരം തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കണമെങ്കിൽ ഉള്ളിലേക്ക് പോയി ഞാൻ എന്തൊരു ഗുഹ പോലെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഗുഹ എന്നാണ് ചെറുത് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും അല്ലേ ക്യാമ്പ് ഫയറൊക്കെ നടത്തിയിട്ട് കിടന്നുറങ്ങാം तुम फर्स्ट टाइम इधर आया हाँ നല്ല ആളാ हाँ अच्छा है रात में रहने का अच्छा है നല്ലൊരു മണ്ട കണ്ടില്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും പോവാണ് പോവാനുള്ള പരിപാടി നോക്കണം ഈ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ചും കൂടി കഴിച്ചിട്ട് പൊഞ്ഞ് വരില്ല കറച്ചിൽ വീഴ്ചില്ല അങ്ങനത്തെ ഡയലോക്കെ പെട്ടെന്ന് എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ടിരിക്കുകയാണ് നോക്കട്ടെ എന്തായാലും ഒന്ന് സ്കൂള് തുറന്നിട്ടില്ല അല്ലേ ഇവിടുത്തെ എല്ലാവരും കുളിക്കാൻ നനയ്ക്കിയ പരിപാടികളൊക്കെ ഈ കാണുന്ന അരുവിയില്ലേ അരുവിയിലുണ്ട് എല്ലാവരും കുളി നനയൊക്കെ നമ്മളെ വീടെത്തി ടെൻ്റൊക്കെ കഴിച്ചിട്ട് ഇവിടെ പുറത്ത് വെച്ച് കൊടുക്കുക ഇത് കണ്ടത് നല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ദീദി വന്നിട്ട് ആളുടെ മോൻ്റെ വണ്ടിയില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വണ്ടി വന്നിട്ട് പറഞ്ഞു ഇവിടെ മറ്റേ എന്തൊരു സ്ഥലത്തിൻ്റെ പേര് എന്തോ ഒരു കേട്ടുള്ള ചാട്ടത്തിൻ്റെ പേര് മറന്നില്ല എൻ്റെ ഒരു മിനിറ്റ് കേട്ടോ വെയ്സഡോൺ എന്ന് പറഞ്ഞാൽ വെയ്സഡോൺ ഫോൾസ് എന്ന് പറഞ്ഞുള്ളൊരു ഫോളുണ്ട് ഭയങ്കര ഫേമസ് അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഒന്ന് ഇറങ്ങും പിന്നെ ഒരു വെള്ളച്ചാട്ടം മറ്റേ ഒരു പൂള് പോലെ അങ്ങനെ 3 സ്റ്റെപ്പായിട്ടുള്ള കിടന്ന സാധനം അത് അവിടേക്ക് പോയിട്ട് വായെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തൊന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ചീറ്റാണ് നേരെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് പോയി കണ്ടിട്ട് വരാം പിള്ളേരൊക്കെ എന്ത് പെട്ടേ നോക്കി നല്ല കോട്ടയൊക്കെ ഇറങ്ങുന്നുണ്ട് മുകളിൽ നിന്ന് കണ്ടില്ലേ ഇവിടുന്ന് ഒരു ദീദിയുടെ വീട്ടിൽ നിന്നൊരു 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു 8 കിലോമീറ്റർ കൂടി ഇനി പെട്രോൾ അടിക്കാൻ വന്നതാ അങ്ങനെ അപ്പം ഇനി നേരെ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ പരിപാടി പിടിക്കെടുത്തത് അങ്ങനെ മക്കളെ നമ്മൾ പോണ വഴിക്ക് നോക്കിയേ അടിപൊളി കാഴ്ചകളാട്ടാ എന്താ വെച്ചാൽ ക്യാമറ കൊണ്ട് എടുത്തിട്ട് പിടിക്കാനുള്ളത് കാരണം സീനി കൂടുതൽ നല്ല ഇറക്കമുണ്ട് കയറ്റമുണ്ട് അങ്ങനത്തെ വഴിയാണ് നോക്കി ഫുള്ളും മലയാളം കൂടെ ഞാൻ കുറച്ച് നേരം ക്യാമറ പിടിച്ചിട്ട് പോകാൻ പറ്റും നോക്കിയോട്ടെ ഇനി ആകെ 2.6 സംതിങ് കിലോമീറ്റർ ഉള്ളൂ ക്യാമറ പിടിച്ചിട്ട് പോവാ അല്ലെങ്കിൽ സീന ഇത് പിടിച്ചിട്ട് ഇങ്ങനെ പോലെ എടുത്തില്ല റോഡൊക്കെ ഉണ്ടോ പെട്ടെന്നുള്ള വളവ് റോഡുകളാണ് എപ്പോഴാണ് എന്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുട്ടി പറഞ്ഞ് എന്തിനാ വ്യൂ ഒക്കെ നോക്കിയേ കണ്ടില്ല അടിപൊളി വ്യൂ ആണ് ചുറ്റോറം ഫുള്ള് വളവും തിരുവാണ് അതിനെ ഏറ്റവും കൊണ്ട് പ്രശ്നം
ഇവരെ പേരുകളൊന്നും വായോണ്ട് പറയാൻ പറ്റില്ല. ഉച്ചാരണം വഴിയുണ്ട്. നമ്മൾ പറയണതാവില്ല ചിലപ്പോൾ ഉച്ചരിക്കണത്. അത് കാരണം കണ്ടിരുമ്പോൾ അത് നോക്കിയിട്ട് പറയാം. ഞാൻ തൽക്കാലം ഈ ക്യാമറ എടുത്തേക്കോന്നുള്ളത് എനിക്ക് വണ്ടി ഓടിക്കാൻ ഇത് കൈ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കെട്ടി മറന്ന് നടുങ്ങുത്തിട്ട് വീഴും. അല്ലെങ്കിൽ കാലിന് പോയാത്ത കണ്ടില്ല. അവിടെ നിന്ന് ഒരു കൊക്ക പോലത്തെ ഒരു സംഭവിക്കായിട്ടാണ്. നല്ല വ്യൂ കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് കേട്ടോ. ഇവിടെയാണ് മറ്റേ സ്ഥലം. ഇതിൻ്റെ എൻട്രി ഫീസൊക്കെ എത്രയാണോ അവിടെ പോയിട്ട് എടുക്കാം. വടി വാങ്ങേണ്ടി വരുന്നു അവൻ്റെ ഇപ്പോഴും. भाई कितना है 100 1%. 1% 100 है. ഒരാൾക്ക് 100 രൂപയാണ് റേറ്റ് വരണേ. കിട്ടി അടുത്ത പണി. ആ ചിലവ് അതിന് കൂടുതൽ കേട്ടോ. അവിടെ എല്ലായിടത്തും ടിക്കറ്റ് എടുത്തിട്ട് വരണം. മേഖലയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും എടുത്തിട്ട് ഇറങ്ങാമല്ലേ. നമ്മൾ ഉണ്ടാക്കുന്നൊരു വടി വാങ്ങിച്ചു ടിക്കറ്റും വാങ്ങിച്ചു കൊടുക്കും. നേരെ അടിക്ക് ഇറങ്ങാം. വടിയില്ലാണ്ടുള്ള പരിപാടി കണക്കില്ല. ഇവർക്കൊക്കെ ഇൻസ്റ്റാമിനെ ഓടി കയറി വരുന്നുണ്ടല്ലോ. കാല് കണ്ട് നല്ല വേനുണ്ട് മക്കളെ. പുത്തണ്ടാർക്കാട്ടത് മൊത്തം. ഇത് നമ്മുടെ വണ്ടിയിൽ ചാവിയോ? വണ്ടിയിൽ ചാവി എടുത്തിട്ടില്ലേ? വണ്ടിയിൽ ചാവി എടുത്തിട്ടില്ലേ നമുക്ക് അടുത്ത പണി കിട്ടും. ഇനി വണ്ടിയിൽ ചാവി അങ്ങനെ നിങ്ങൾ ഇവിടുന്ന് നേരെ അടിക്ക് ഇറങ്ങട്ടെ ഏട്ടാ. എത്ര ദൂരം പോകേണ്ടിയിലാണാവോ. Hoặc cái hết khi là cà thì mình chặt mình. കുറച്ചടി ഇറങ്ങിയിട്ട് വരാം. ഒന്നുമില്ല. മുണ്ടൂരാ? ആ മലയാളി ഫാമിലി കേട്ടോ. അവരൊരു ഗൈഡായിരുന്നു. ആളെ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മുണ്ടൂരുണ്ടാവും. എൻ്റെ കാലം 5 കഴിഞ്ഞിട്ട് നല്ല രണ്ട് മക്കളെ. ഒരു പണിയെ വാങ്ങണം. മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2 ദിവസം ട്രക്ക് ചെയ്തില്ല. അതിൻ്റെ വേനയുണ്ട്. മറ്റോടത്തല്ല വേണം. ഇവിടെ ആയിട്ട് വേണം. 2 സൈഡിൽ നല്ല വേനുണ്ട്. ഒന്നുകൂടി ഇറങ്ങി കഴിഞ്ഞാൽ വേന കുറയായിരിക്കും. കുറഞ്ഞാളായിരിക്കും. അവർ നല്ല ഡബിൾ ഡെക്കർ പോയിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്തുള്ളവരാട്ടോ. അവർ ഡബിൾ ഡെക്കർ നല്ല പോയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ഷീണമാകുന്നുണ്ട്. ആ ചേച്ചി ഏതാണ്ട് ഞാൻ നടക്കണ പോലെ നടക്കണേ. കയറ്റൊക്കെ ഉണ്ട് കേട്ടോ. കയറ്റമല്ല, കുറച്ചധികം ഉണ്ട്. നല്ല വൃത്തിക്ക് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എല്ലായിടത്തും കാണാം.
നല്ല ഒരേ രസത്തിലാണ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാരണം കാണാൻ. ശരിക്കും പറയാൻ ഞാൻ പറഞ്ഞത് മേഘാലയ വരണേക്കാൾ മുന്നേ 2 ആഴ്ച തൊട്ടിട്ട് ജിമ്മിലൊക്കെ പോയിട്ട് കാലിന് നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ഇറങ്ങുക. അല്ലെങ്കിൽ മേഘാലയയിൽ നടക്കുക എളുപ്പമല്ല മക്കളെ. കാലിനൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്ര ദൂരം സൈക്കിൾ ഔട്ടി ആണെന്താ, പക്ഷേ സൈക്കിൾ ഔട്ടി വന്നിട്ട് വരെ പക്ഷേ ചിലപ്പോൾ എനിക്ക് കാലിന് വയ്യാത്ത കാരണം ഔട്ട് ചിലപ്പോൾ ഇങ്ങനെ. പക്ഷെ എന്നാലും എല്ലായിടത്തേക്കും വേനായിട്ടുണ്ട്, മേത്തേക്ക് മൊത്തം നല്ല പെയിൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5-6 ദിവസമൊക്കെ വേണ്ടിയിട്ട് ട്രക്ക് ചെയ്ത് വരുന്നവരൊക്കെ കട്ട പോസ്റ്റ് ഔട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രക്ക് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് എളുപ്പമില്ല, പിന്നെ നമ്മൾ ചാവാറാവും. അതിനും ഭേദം കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരിക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കേജ് 5 ദിവസത്തേക്ക് എടുക്കണേക്കാൾ 10 ദിവസത്തേക്ക് എടുക്കുക. അപ്പോൾ പറഞ്ഞാൽ ഒരു ദിവസം ഒരു നല്ല ട്രക്ക് ചെയ്യുക, പിന്നെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോവുക, 2 ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത് ചെയ്യുക. അങ്ങനെ ഞാൻ ഓക്കെയാണ്, അപ്പോൾ സെറ്റാവുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന ദിവസം തന്നെ വലിയ ട്രക്കൊന്നും പോയി ചെയ്യാൻ കണ്ട, ചെറിയ സ്ഥലങ്ങൾ കാണുന്നു, നടന്ന് സെറ്റാവണത്, എന്നിട്ട് പിന്നെ പോവുക. ഈ ഡബിൾ ഡെക്കർ ബാംബൂ ട്രക്ക് അതൊക്കെ നല്ല അത്യാവശ്യം നടക്കാനുള്ള ഇങ്ങോട്ടാ. അപ്പോൾ പോകുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക. ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇതാണ്. കണ്ടിട്ട് അത് കുറച്ച് നല്ല അടിയോരൊക്കെ നോണ്ട്. അതാ കണ്ണു മകളെ എത്തി വാട്ടർഫോളിലേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് പോകണം. ഇത് വ്യൂ പോയിന്റ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് കണ്ടു. ഇനി വ്യൂ പോയിന്റ് അവിടെ നിന്ന് ഇവിടെയും കുറേ മലയാളികളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മലപ്പുറത്തുനിന്നുള്ള 2 പെമ്പിളേർ ചെക്കൻ വന്നിട്ടുണ്ട് അവിടെ നിന്ന്. ഇനി ഇവിടുന്ന് നേരെ വാട്ടർഫോളിൻ്റെ അടിയിലേക്ക് പോകാൻ വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഇറങ്ങാണ്ടിരിക്കുന്ന മോശമല്ലേ, നേരെ ഞാൻ അടിയിലേക്ക് പോവുക. കുറച്ച് സീൻ കഴിയാൻ വേണ്ടി നല്ല സീന് വഴിയാട്ടോ. നമുക്ക് ഞണ്ടി പിടിച്ച് പോകണം. സീന് വഴിയാട്ടതൊക്കെ ഇവരെല്ലാവരും ഇങ്ങനത്തെ ഡേഞ്ചറായിട്ടുള്ള വഴികൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ ഒരു മുന്നൊക്കെ നല്ല രസമുണ്ടായിരുന്നു, ഇപ്പം അത്ര രസമില്ല കേട്ടോ. എത്ര കാലം നിൽക്കുകയാണോ, ഇതിപ്പോൾ പുതിയതുണ്ടാക്കിയിട്ടുള്ള കൊണ്ടിട്ടത് നടത്തുകൊണ്ട് അധികം പഴക്കമില്ലായിരുന്നു. അതാണെന്ന് പഴയുന്നതുകൊണ്ട് അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്, അത് പൊട്ടിയിട്ടതുകൊണ്ട്. സീന് വഴിയാ നോക്കി. ಅಲ್ಲೇ ಈಗ 2 ಕಾಲು ಅಡ್ಡಿಟ್ಟು ಬಂದೆ ಅಡ್ಡ ഓക്കെ, അത് ഇതും കുറച്ച് മുകളിലേക്ക് കയറാണ്ട് ഇട്ടത്, പക്ഷേ മറ്റേതിൻ്റെ അത്രക്കൊന്നും ഇല്ല എന്ന് വിചാരിക്കണു.
മറ്റേതാണ് കുറച്ച് കനത്തിൽ തോന്നുന്നുണ്ട്. ആ ഇത് എത്തിയിട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കണമെങ്കിൽ കുളിക്കാം, കുളിക്കേണ്ടവർക്ക് കുളിക്കണ്ട. അയാളാണ് മരപ്പണിക്കാരൻ. ഇവിടെ പണിയെടുത്തിട്ട് ഇതൊക്കെ സെറ്റാക്കണ ആളിതാ. അതിൽ കയറി വരുന്ന വഴിയൊക്കെ നൈസാണ് കേട്ടോ. ആ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ല. മോളിക്കൊക്കെ ആൾക്കാർ പൊത്തി പിടിച്ച് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരു അമ്മി മോനോട്ടോ. ഇവരെന്നെ കണ്ടില്ലേ. ഇത് ഭയങ്കര സിമ്പിളാട്ടോ. ഇത് അധികം കാര്യം എന്ന് പറയാനൊന്നുമില്ല. ചെറുതാണ് ഇത്, കാരണം വലിയ കുഴപ്പമില്ല. മുകളിൽ കല്യാണത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് തോന്നിട്ടോ. ഓ ഇവിടേക്ക് കല്യാണത്തിന് ഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി ഇവിടേക്ക് വരണവർ സമ്മതിക്കണം മക്കളെ. മേഘാലയ അല്ല ഇവിടുത്തെ ആൾക്കാരോ വേറെ കുഴപ്പമില്ല. ഓ എൻ്റെ പൊന്നു എന്ത് ക്ലീൻ വെള്ളം നോക്കി. തര 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 തര. ഇവിടെ കണ്ട ഇങ്ങനെ ഡ്രസ്സ് മാറണവർക്ക് ഡ്രസ്സ് മാറുള്ള സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ടോയ്ലറ്റ് പിന്നെ വെള്ളത്തിലിറങ്ങിയ പടയ്ക്കുക. അതാവും പിന്നെ ടോയ്ലറ്റിൻ്റെ പരിപാടികൾ. വാട്ടർ ശരിക്കും ഇത് ഇവിടുന്ന് ഇങ്ങനെ വ്യൂ കിട്ടില്ല കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ വ്യൂ കിട്ടണ. അതിൻ്റെ മുകളിൽ നിന്ന് നടന്ന് വ്യൂ കിട്ടിയെന്ന് നടത്താൻ. അവിടേക്ക് പോയി തന്നെ നല്ല വ്യൂ കിട്ടണല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ കയറിഞ്ഞ് ഇത് കൊടഞ്ഞു. ഓ വെള്ളത്തിൽ ഇറങ്ങാൻ എത്ര വെള്ളത്തിൽ ഇറങ്ങാൻ ജാക്കറ്റിലാണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ 2000 രൂപ ഫൈന്. എന്ത് ചെയ്യാല്ലേ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. മുകളിൽ കല്യാണത്തിന് കൂട്ടേക്ക് ക്യാമറക്കാരൻ സമ്മതിക്കണം. ക്യാമറ ഓടിച്ച് മുകളിൽ കയറണമല്ലോ. അങ്ങനെ നമ്മളിതിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ടാ. കുറച്ച് ടാസ്ക് ഉണ്ട്. ഇതാണ് അവസ്ഥ. മുകളിലോട്ടില്ല അടിപൊളി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞത് മിസ് ചെയ്യണ്ട. അതിന് മുകളിൽ കണ്ടോ സാധനം. ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നത്. അങ്ങനെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. നോക്കിയേ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ട് കയറിയിട്ട് മുകളിലേക്ക് വരണം. ഈ വഴിയാണ് മുകളിലേക്ക് കയറി വരിക. അതുപോലെ കയറി വരുമ്പോഴൊക്കെ വഴിച്ചിട്ടൊക്കെ വരിക. അതൊക്കെ സീനാണ്. നോക്കി കണ്ട് വന്നില്ല നല്ല പണി കിട്ടുക. അങ്ങനെ നമ്മുടെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ പോവാണ് കേട്ടോ. ഇനിയപ്പോൾ യാത്രയില്ല. കണ്ടില്ല ആൾക്കാരൊക്കെ കൂടി തുടങ്ങി. കണ്ടോ ആൾക്കാരായി. നല്ല അടിപൊളി സ്ഥലമാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കണ്ട. ഇതെന്ന് പറഞ്ഞാൽ അധികം ട്രക്ക് ചെയ്യാണെന്നില്ല. ഒരു 15 മിനിറ്റ് ഇറങ്ങി വരിക അത്രേ ഉള്ളൂ. പക്ഷെ കുത്തനുള്ള ഇറക്കാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മേഘാലയ വരുമ്പോൾ മറക്കണ്ട ഇതൊക്കെ. അങ്ങനെ പരിപാടി മക്കൾ. അപ്പോൾ ശരി കേട്ടോ. ഞാൻ നല്ല മോളിക്ക് പോകാൻ നോക്കട്ടെ. മോളിക്ക് കാരണം വീഡിയോ എടുത്തിട്ട് വലിയ കാര്യമില്ല. കുറേ സമയം എടുക്കും. അത് കാരണം വീഡിയോ എടുക്കാത്തത്. ഓക്കെ. അങ്ങനെ നമ്മൾ ചിറാപുഞ്ചിക്ക് പോകണ വഴിക്ക് ആർവ കേവ് എന്നുള്ളൊരു കേവ് ഉണ്ട്. എന്നാ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിർത്തി. വണ്ടിയോട് ബ്ലോക്ക് കടന്നു. ഉണ്ടോ ഇവിടുന്ന് ടിക്കറ്റിന് 20 രൂപ വണ്ടിക്ക്.
20 രൂപ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറി 1 മണിക്കൂറിന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ 50 രൂപ ടിക്കറ്റ്. നമുക്ക് അറുവാ കേവ് ഒന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. അങ്ങനെ അവിടെ നിന്ന് 1 കിലോമീറ്റർ എന്നല്ല കേട്ടോ, അതിനും കൂടുതലുണ്ട്. അങ്ങനെ വന്ന് നേരെ വണ്ടി അവിടെ വെച്ചു, അറുവാ കേവിൻ്റെ അവിടെ എത്തി. അങ്ങനെ അറുവാ കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോഴുള്ള അവസ്ഥ എനിക്ക് ഫുള്ള് കോട, 5 കളി ഒരു രക്ഷയില്ല. ഫുള്ള് കോട പറഞ്ഞാൽ ഫുള്ള് കോട. ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം വേണ്ടി പോകണം. നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇതും കൂടി കണ്ടിട്ട് മേഘാലയിൽ നിന്ന് പിടുത്തം കൊണ്ടുള്ള പരിപാടി അത് നല്ലത്. വലിയ ഇവിടുന്ന് ഷിലോങ്ങിക്ക് പോകണം. ഇന്ന് പിറ്റാൻ തന്നെ ഷിലോങ്ങിക്ക് പോകണം. രണ്ട് നടക്കില്ല. അതിപ്പോൾ സമയം എത്രയായി? 2 മണിക്ക് അതിൻ്റെയാവൂലേ? 2 മണി ആയിട്ടില്ലേ? 12 ആയിട്ടുള്ളോ? സമയമില്ല അപ്പോൾ 12. ഇത് 1 മണി 2 മണി ആകുമ്പോഴേക്കും അവിടെ എത്തി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാൻ നോക്കണം. 3 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 6 മണി 7 മണി ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി. നോക്കണം, എൻ്റെ ആളെ വിളിച്ച് പറയണം സ്റ്റേ അവിടെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കണം. അപ്പോൾ ശരി, തുടങ്ങാം നമുക്ക് അറുവാ കേവിൻ്റെ അടുക്കുള്ള യാത്ര. അറുവാ കേവ് ഇത് എത്ര മീറ്റർ? 100 മീറ്ററാ. കുറച്ച് ദൂരം ഉണ്ട് തോന്നിട്ട് നടക്കാൻ. ഇതാണ് ഇതിൻ്റെ സ്കെച്ചൊക്കെ വന്നിട്ടുള്ളത്. ഫുള്ള് കോട 5 കളിയുണ്ടല്ലോ. നേരെ അവിടെ നിന്ന് മുകളിൽ കയറാം. रोड ചോദിച്ചോക്കെ എന്തായിരുന്നു. भाई इधर से कितना दूर है? दूर नहीं है, ज़्यादा है नहीं? हाँ അതൊരു ज़्यादा दूर नहीं എന്ന് പറയുമ്പോൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ CCTV ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, സെറ്റാണ്. ചെറിയൊരു കയറ്റാണ്, പക്ഷേ ശരിക്കും ബൈക്ക് കൊണ്ട് പോകാമല്ലോ അവിടെ. ഇല്ല പാലൊക്കെ ഉണ്ട്, കാരണം പറ്റില്ല എന്ന് പറഞ്ഞേ. പാലൊക്കെ ഇല്ലാണ്ടായി ഇതിൻ്റെ എന്തെന്ന് പറയാ. കുറേ ആൾക്കാർ കണ്ടിട്ട് ഇവിടെ. ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളതുകൊണ്ട് എന്നു വെച്ചാൽ മെയിനായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് ഇത്. करोगे तो फिर हम समझ सकते हैं. ओके पापा? ഓ നൊക്കാലിക്ക വാട്ടർഫോളിലേക്ക് ഇറങ്ങി ഇതേപോലത്തെ ഇത് കടന്നു. എന്തിട്ടോ കടന്നു ആലോചിക്കാൻ വയ്യ. ഉറക്കാൻ വയ്യ. എനിക്കത് എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാട്ടാ. അല്ലെങ്കിൽ ഞാൻ അവിടെ എത്തിയിട്ട് അവർ പറയും ക്യാമറയ്ക്ക് കാശ് വേണമെന്ന്. വെറുതെ എന്തിനാ. അങ്ങനെ ഇതാണ് അറുവാ കേവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടറിൻ്റെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതർ കിട്ടുന്ന ദൂരം 1 കിലോമീറ്റർ. ഓക്കെ, ഒന്നാണ് പറയുക കണ്ടറിയുക. എന്നാൽ നേരത്തെ നഷ്ടത്തിനും വന്ന് കുറച്ചുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരിക്കലും ഉണ്ടാവും. ഇവരിക്കുന്ന പറഞ്ഞാൽ ഈ കുന്നും മലയുള്ള സ്ഥലത്തെ ആൾക്കാരോടൊന്നും നമ്മൾ ഒരിക്കലും എത്ര കിലോമീറ്ററാണെന്ന് ചോദിക്കാൻ പാടില്ല. അവർക്ക് നമ്മൾ ഇതേ ഒരു കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അങ്ങനെ പറയില്ലേ. എനിക്ക് കുറേ കിട്ടിയുള്ളതാ. എന്തായാലും കിട്ടിയാ സിക്കിമിലാണ് ഏറ്റവും കൂടുതൽ കിട്ടിയുള്ളത്. എൻ്റെ പൊന്നു പറയണ്ട. അതാ എത്തി ഇതേ ഒരു തിരുവിരിഞ്ഞായിന്ന് പറയും. എത്ര തിരുവിരിഞ്ഞാൽ അറിയാം. നല്ല കാലാവസ്ഥയുണ്ട്, ക്ലൈമറ്റും. ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണോ? CCTV ഉണ്ട് എല്ലായിടത്തും. കണ്ട നല്ലൊരു പരിപാടിയാണ്. സേഫ്റ്റി ക്യാമ്പിങ് ഒരെണ്ണല്ല കേട്ടോ, ഒന്ന് പുറത്ത് എല്ലായിടത്തും ഉണ്ട്. ആ ക്യാമറ അവിടെ വരലുണ്ട്. ഇത് ലൈറ്റാണ്, വെള്ള കളർ കണ്ടപ്പോൾ ലൈറ്റാണ്. അറ്റ്മോസ്ഫിയറാ രക്ഷയില്ല. ഇതിലെ കാണിച്ചിട്ട് ഒഴിക്കും മറ്റേ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയില്ല കേട്ടോ. না না আমরা যখন খাচ্ছি ওপর അയ്യോ എന്തിട്ടാ വഴി രക്ഷയില്ലട്ടോ. വഴി നോക്കി
ഫുള്ള് കോട്ട കയറ്റി നോക്കി യാതൊരു ഉണ്ട് പേടിയാവില്ല അതേപോലത്തെ സെറ്റപ്പ്. ഇതാണ് ഭർത്താക്കന്മാരും ഭാര്യയും വന്നു കഴിഞ്ഞുള്ള പ്രത്യേകത. ഭർത്താക്കന്മാർ ഇങ്ങനെ താങ്ങി പിടിച്ച് നടക്കണം, വീഡിയോ എടുക്കാൻ ഒരവസ്ഥയും അല്ല. അവിടെ നോക്ക് അതേ രസമുണ്ട് കണ്ട. രണ്ട് വഴിയുണ്ടല്ലോ. റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം കേട്ടോ. ആ ഒരു തൃശ്ശൂർ വരാണ്ട് കുറേ പേരുണ്ട് കേട്ടോ. മരടിയും എത്ര ആൾക്കാരെന്നാണെങ്കിൽ മലയാളികൾ കണ്ടോ വന്നേ. ഇവിടെ പോയാലും മലയാളികൾ എന്ന് അറിയില്ലേ. ഇനി കുറച്ച് കയറ്റാട്ടാ. സ്പീക്കറൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെച്ചാൽ തീർത്ത് അമ്മ കളി. അയ്യോ ഒന്നും കാണാലടി. കേവിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ അവസ്ഥയാണെന്ന് അറിയില്ല. നോക്കി കോണൈസ് പോലെ. നടന്നു വയ്യാണ്ടായി. അയ്യോ ഇപ്പോൾ ഫോണടക്കം പോയിടുന്നു. Way to cave വിളിക്കുക. അർവാ കേവ്. പേടിയാവണു. ആരും ഇല്ലേ, ഞാൻ മാത്രമല്ലോ. എന്തായാലും ഇറങ്ങി പോയി ഓർത്തേക്ക്. സിഗരറ്റ് വലിക്കരുതെന്ന് എഴുതിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ. എനിക്കില്ല. അല്ല ഇപ്പം ഞാൻ മാത്രമല്ലോ ഇവിടെ, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ. ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ ആണല്ലോ. ഇത് പറഞ്ഞ പോലെ ആരും ഇല്ലല്ലോ കേവിൻ്റെ ഉള്ളിൽ. ഞാൻ പെട്ടാ നല്ല ഫ്രഷ് വെള്ളമൊക്കെ ഒഴുകിയിട്ടുണ്ട്. അയ്യോ അടിപൊളി പൊളി അടി അടിപൊളി പൊളി അടി. സീന് കൈവാണുള്ളത്. നോക്കി നോക്കാം. അയ്യോ ഒക്കെ വന്നറി സീനായി കഴിഞ്ഞാൽ അപ്പം ഉറക്കം വരും. എന്നിട്ട് മുകളിലേക്ക് അതിൻ്റെ ഉള്ളിൽ ഓട്ടണ്ട് വേണ്ട. ഇത് തീരണം അതിൻ്റെ ഉള്ളിലേക്ക്. കേവൊക്കെ ആദ്യം കണ്ടുപിടിക്കണ സമ്മതിക്കണല്ലേ. ഇതിൽ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ ഈ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വണ്ടി പോലെ വഴിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ മൗസ്വാമി അങ്ങനെ പറഞ്ഞിട്ടുള്ള കേവില്ല. മറ്റേ ചിറാപ്പൂഞ്ചി മുമ്പുള്ളത് മൗസ്മായി അങ്ങനെ എന്ത് പേരാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഡേഞ്ചറായിട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല, കുറച്ച് കുമ്പിട്ട് കിടക്കാണ്ട് തന്നെയുള്ളൂ. അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതിലെന്താ അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ ഏത് കൂടെ എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് അറിയില്ല. ലൈറ്റ് വെച്ചിട്ട് പിടിച്ച് പോവാ. ഇവിടേക്ക് എന്തോ ഉണ്ടല്ലോ. അവിടെ ലോണ്ടറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വേണ്ട അതിൻ്റെ ഉള്ളിൽ പോകണ്ട, ഒറ്റയ്ക്കാ. വെറുതെ പെടാൻ നിൽക്കണ്ട, വെറുതെ പോയിട്ട് പരിപാടികളാ. തലയൊക്കെ തളക്കും. ഇല്ല തല തട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ഹൈറ്റുള്ള കാരണം ഞാൻ ചിലപ്പോൾ തട്ടായിരിക്കും. അല്ലാണ്ട് സീനില്ല. തല തട്ടിക്കഴിഞ്ഞാൽ നല്ല വേണ്ട. ഓ ഇത് കുമ്പിട്ട് പോകണില്ല. ഇനി
കുറച്ച് ദൂരം മുമ്പുണ്ട്, അതിന് കുഴപ്പമില്ല. അമ്മമ്മി അങ്ങനെ അർവാ കേവിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക്, ഒരാളില്ല കേട്ടോ. സൺസെന്നെ ചുറ്റോർന്ന് നോക്കിക്കോ, പുറത്തൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ആരുടെയും സംസാരം കേൾക്കാണ്ട് ആരും ഉണ്ട് അവിടെ. ഇപ്പോൾ ഇതിനുള്ളിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കാണ്ടിട്ട് കുറേ ആൾക്കാരുടെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. నెక్స్ట్ వాటర్ ఫాల్ వస్తే చిరపుణ్య ట్రిప్ అయిపోయాం. అవన్నీ కలిపి തമിഴ് പൊങ്കിട, തമിഴ് പെണ്ണുങ്ങൾ, തമിഴ് പെണ്ണുങ്ങൾ. ആയിക്കോട്ടെ, കുറേ ആൾക്കാരുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിന് മാത്രം കുറച്ചുള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. വഴുക്കളൊക്കെ ഉണ്ടാവും, നോക്കിയിട്ട് നമുക്ക് നടക്കില്ല, നല്ല പണി കിട്ടും. കേവ് കഴിഞ്ഞ കേവ് കഴിഞ്ഞു, പക്ഷെ കേവ് കഴിയാൻ വഴിയില്ല, ഇതിനുള്ളിൽ ഇഞ്ഞുണ്ടാവും. കണ്ടോ, ഇതാണ് മെയിൻ കേവിൻ്റെ എൻട്രി. അവിടെ നോ എൻട്രിന്ന് തിരിച്ചു കൊടുക്കും ഇവർ. കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് വഴിയുണ്ട് കണ്ടോ, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിനോട് ചോദിച്ചുള്ള 1000 രൂപ ഫൈന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോയിരുന്നു കേട്ടോ, ഇതാരും ഇല്ല. ഇവിടെ നിന്നാണ് തുടക്കം മക്കളെ. അയ്യോ, അങ്ങനെ നമ്മൾ അർവാ കീഴിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകണം മക്കളെ. വലിയ കഥയൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ വെറുതെ വരെ പോവുക. ഗുഹ കാണാത്തവർക്കൊക്കെ നല്ലതാണ്, അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. നന്നായി കൊണ്ട് തിരിച്ചിറങ്ങണം. അപ്പോൾ ശരി, അങ്ങനെ അർവാ കേവിൽ നിന്ന് ഇറങ്ങി, പരിപാടി കഴിഞ്ഞു കേട്ടോ. വരുന്നവരൊക്കെ വരിക, വരുന്നവരൊക്കെ വന്നിട്ട് കാണുക, കാണുന്നവരെ കണ്ട് ആസ്വദിക്കുക. അങ്ങനെയാണ് പരിപാടി മക്കളെ. നോക്കി ഇവിടുന്ന് ഒന്നും കാണാനില്ല ശരിക്കും. കോടല്ല, നല്ല വ്യൂ ആവട്ടെ പോടെ. എനിക്കറിയില്ല എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ മുകളിൽ കൂടെ ഒക്കെ വേറെ വഴിയൊക്കെ നടന്നു പോകുന്നത്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എന്തായാലും ആവശ്യമില്ല. ഇവിടെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. പോടെയാ ശംഖ് പോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ സാധനങ്ങളൊക്കെ അത് ഉണ്ടെന്നൊക്കെയാണ് പറയണത് അവർ. നമ്മൾ ആ അറ്റത്തുള്ള കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നൊന്നും ശ്രദ്ധിച്ചു തോന്നുന്നില്ല. നമ്മൾ വേഗം പോയി പോകുന്നു. അപ്പോൾ ശരി മക്കളെ, ഇനി നമുക്ക് ദീദിയുടെ വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ദീദിയുടെ വീട്ടിലെത്തി. സാധനങ്ങളൊക്കെ അവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്, പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ദീദി പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന്. പിന്നെ ഒന്നും നോക്കാമല്ലേ, ഭക്ഷണം കഴിക്കുക, വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്, പിള്ളേരൊക്കെ ജാതി ഇതാ, ചെറിയ പിള്ളേരുണ്ടൊക്കെ. ഇവരെല്ലാവരും ആയതുകൊണ്ട് ഒരേപോലെ കാണാൻ ഉണ്ട്. ദീദിയുടെ വീട്, പിന്നെ ദീദിയുടെ വീട് മറക്കണ്ട, അത് ദീദിയുടെ മോളുടെ വീട്, ദീദിയുടെ മോൻ്റെ വീട്, അപ്പുറത്ത് ഇങ്ങനെ കുറേ വീടുണ്ട് കണ്ടില്ലേ. അങ്ങനെ അപ്പോൾ കാര്യങ്ങൾ സെറ്റാണ് മക്കളെ, കണ്ടില്ലേ. ദീദി ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് വരെ പോയിട്ട് അത് കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് പോവാണ്. your egg. हाँ
ये मैं पार्सल करेगा हाँ ഓക്കെ താങ്ക് യു ആ അങ്ങനെ ഞാൻ പറഞ്ഞ മുട്ടയ്ക്ക് പുഴുങ്ങുന്നുണ്ട് നോക്കി എൻ്റെ ചോറും ഗോതമ്പ് എന്തൊക്കെയുണ്ട് You need more sambal नहीं or saya? हैं नहीं बस हो गया? हाँ हो गया बस दीदी हाय बोलो दीदी फुल കാര്യങ്ങൾ നോക്കണം കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കട്ടപ്പോൾ अभी शिलोंग में बैठेगा? हाँ ये शिलोंग जाने का रात हो गया हाँ नहीं, शिलोंग में only 2 hours. One hour. ये ज्यादा ब्लॉक है नीचे साइड में हाँ, तो क्यों शिलोंग में कहाँ रहेगा? पता नहीं है उसके बाद में प्लानिंग है नो शिलोंग में टेंट कहाँ लगाएगा? टेंट लगाने की ज्यादा प्रॉब्लम है शिलोंग में तो फिर कहाँ? पता नहीं है उधर जाने के बाद में प्लानिंग करने का क्यों वहाँ में नहीं मिलता है जगह? हाँ उधर यूथ हॉस्टल है हॉस्टल में देखने का है ओके मैं जाएगा हम भी जाएगा उधर? हाँ बैठो थोड़ा, हैं sit थोड़ा। ओके शिलोंग में tomorrow morning यहाँ गाड़ी मिलेगा। किधर से यहाँ से tomorrow morning हाँ मॉर्निंग में मिलता है सुबह 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 कितना पैसा है तो कितना हम नहीं पता। पैसा ज़्यादा नहीं है ये प्रॉब्लम है नहीं वो लोग बाई बॉस है नहीं नहीं मैं इधर से लिफ्ट करने के जाएगा प्रॉब्लम नहीं है लिफ्ट हाँ लिफ्ट मिल जाएगा बारिश है किस लिफ्ट में जाएगा? ये कोई गाड़ी में लिफ्ट मिल जाएगा मेरे पास है आसाम का गाड़ी? हाँ ये बोर्ड है बोर्ड देखने के हेल्प करेगा पूरा आदमी ओके नहीं, मेघालय का आदमी तो पैसा लेता है ना। हाँ ज़्यादा पूछेगा नहीं, मेघालय का आदमी देखेगा भी नहीं वो हाँ लिफ्ट नहीं है आसामी गुवाहाटी आदमी लिफ्ट करेगा ये टूरिस्ट है टूरिस्ट मिल जाएगा ओके ओके। बहुत केरला ना। हाँ ഓക്കെ അങ്ങനെ നമ്മൾ പോവാൻ നിൽക്കാം കേട്ടോ ഞാനിവിടുന്ന് പോകാൻ നിൽക്കുന്ന സാധനത്തെ എടുത്തിട്ട് അപ്പം ശരി ദീദിയോടൊക്കെ ബായി പറഞ്ഞിട്ടുണ്ട് ദീദി അഞ്ച് വീട്ടിൽ നാളെ പോകാനൊക്കെ പറയണം ഞാൻ പറഞ്ഞു പോകാന്നുണ്ട് ഞാൻ ഇറങ്ങുന്നുണ്ട് അപ്പം ശരി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കയറിയിട്ട് ഒരു കാറ് കിട്ടിയിട്ട് ടാക്സിക്കാരനായിരുന്നു അയാൾ നേരെ വന്നിട്ട് ഷിലോങ്ങിൽ നിന്ന് ഇറങ്ങി സൈക്കിൾ എടുക്കാൻ പോയപ്പോൾ അന്ന് നമ്മളിപ്പോൾ പരിചയപ്പെട്ടാണെന്നൊരു ഡാവുണ്ട് ആളോട് കൊണ്ട് ചോദിച്ചു കിടക്കാട് നിലങ്ങോട്ട് വലിയപ്പോൾ ആൾ ഇവിടെ തൊട്ടടുത്ത് ഹോസ്റ്റലിൽ ഡോർമെറ്ററി സെറ്റ് ആക്കിയെന്നുണ്ടോ ഇവിടെ രണ്ടാളുണ്ട് ഇപ്പുറത്ത് വേറൊരു ബൈക്കും കൂടി ഉണ്ട് ഈ ബൈക്ക അരുണാചല്ലേ വ്ളോഗിങ് അങ്ങനെ അപ്പോൾ ആളും ഉണ്ട് സെറ്റായി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇപ്പോൾ നാളെ കാലത്ത് നേരെ ത്രിപുര റൂട്ട് പിടിക്കണം ത്രിപുര റൂട്ട് ഭയങ്കര സീനാ പറഞ്ഞേ ഇവിടുന്ന് ജുവായി വഴി പോയിട്ട് ജുവായിന്ന് അത് അവിടുന്ന് പിന്നെ കുറച്ച് നല്ലതാണെന്ന് പറഞ്ഞു പിന്നെ അവിടെ എത്താറാകുമ്പോൾ ഫുള്ള് സീനാ പറഞ്ഞേ അപ്പോൾ ശരി മക്കളെ അതിൻ്റെ ഇടയിൽ മറ്റേ ആൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ചേട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ അത് ഹോസ്പിറ്റലിൽ ആൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണേ അങ്ങനെ ആളവിടുന്ന് ഭക്ഷണം ചോറ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചൊന്ന് സെറ്റായി ഇന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അപ്പം ശരി ഗുഡ് നൈറ്റ് ഇനി യാത്രയില്ല ഇനി നാളെ കാണാം